പാലാ നഗരസഭയിൽ 3ഇടത്ത് ബി.ജെ.പിയെ സഹായിക്കാൻ സ്ഥാനാർത്ഥികളെ നിർത്താതെ യു.ഡി.എഫ്. 3 വാർഡുകളിലായി ഒരു കുടുംബത്തിലെ 3 പേരാണ് മത്സരിക്കുന്നത്. ഈ 3ഇടത്തും യു.ഡി.എഫ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. ബിജു പുളിക്കക്കണ്ടം സഹോദരൻ ബിനു പുളിക്കക്കണ്ടം ഇദ്ദേഹത്തിൻ്റെ മകൾ ഉൾപ്പെടെയുള്ളവരാണ് പാലാ നഗരസഭയിലെ 13, 14, 15 വാർഡുകളിൽ മത്സരിക്കുന്നത്. ഇതിൽ ബിജു പുളിക്കക്കണ്ടം സുരേഷ് ഗോപിയുടെ സന്തത സഹചാരിയാണ്. ആ ബന്ധം കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർത്ത് അദ്ദേഹത്തിൻ്റെ പ്രചരണ രംഗത്തും സജീവമായിരുന്നു ബിജു. ബി.ജെ.പി. ബന്ധമുള്ള ബിജു ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 3 പേർക്കെതിരെയും യു.ഡി.എഫിന് സ്ഥാനാർത്ഥികളില്ല. പാലാ നഗരസഭയിലെ 13, 14, 15 3 വാർഡുകളിൽ യു.ഡി.എഫിന് സ്ഥാനാർത്ഥിയില്ല എന്നതാണ് നിലവിലുള്ള അവസ്ഥ. യു.ഡി.എഫ് അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് നൽകിയ സീറ്റുകളാണ്. ആ സീറ്റുകളിൽ സ്ഥാനാർത്ഥി ഇല്ലാതെ വരുന്നു എന്നുള്ളത് ആ വാർഡുകളിൽ മത്സരിക്കുന്ന ഒരു വിചിത്രമായി മുന്നണി ഉണ്ടാക്കി, ഒരു കുടുംബ മുന്നണി ഉണ്ടാക്കി മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി സഹായകരമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാണാൻ കഴിയും. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ സഹായിക്കുന്നതിന് വേണ്ടി കേരളത്തിലുടനീളം സുരേഷ് ഗോപിക്കൊപ്പം യാത്ര ചെയ്യുകയും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ചെയ്ത ആളാണ് 13ാം വാർഡിൽ സ്ഥാനാർത്ഥി. അയാൾക്ക് സഹായകരമാകുന്നൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണം നേരിടുന്ന വ്യക്തിയാണ് ബിജു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി ഇങ്ങനെ: അത് അയാളോട് പോയി ചോദിക്കും. ചുമ്മാ ഇറങ്ങിക്കോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. സ്ഥിരം പരിപാടിയാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ഇതേ പരിപാടിയായിരുന്നു. 4-5 പേര് കൂടി ഗ്യാങ്ങായിട്ട് വരിക, പത്രസമ്മേളനത്തിൽ വരിക. കുടുംബാധിപത്യത്തിലൂടെയാണെങ്കിലും പാലായിൽ LDFിനെ പരാജയപ്പെടുത്താനാണ് UDF വഴിവിട്ട ബന്ധം സ്വീകരിക്കുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.